തിരുവനന്തപുരത്ത് 3 സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനായത്. അരുവിക്കരയിലും നേമത്തും പാറശാലയിലും നെയ്യാറ്റിൻകരയിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇപ്പോഴും തർക്കം തുടരുകയാണ്. അരുവിക്കര വേണമെന്ന നിലപാടിൽ VS ശിവകുമാർ ഉറച്ചു നിൽക്കുന്നതാണ് നേതൃത്വത്തെ കുഴയ്ക്കുന്നത്. പാറശാലയിലും നെയ്യാറ്റിൻകരയിലും താൻ നിർദ്ദേശിച്ച പേരുകൾ പരിഗണിക്കണമെന്ന നിലപാടിലാണ് ശശി തരൂർ MP. നേമത്ത് ബലിയാടാൻ ഇല്ലെന്ന് മുതിർന്ന നേതാക്കൾ പറയുന്നുണ്ട്. മികച്ച സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതിൽ നേതൃത്വത്തിന് തലവേദനയാകുന്നുണ്ട്. സാരംഗ് വിവരങ്ങൾ പങ്കുവെക്കും. സാരംഗ്, പതിവില്ലാത്ത വിധം പ്രശ്നമാണ് തിരുവനന്തപുരത്ത്. പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ, അതായത് തിരുവനന്തപുരം സെൻട്രൽ വിട്ടുകൊടുത്തപ്പോഴേക്ക് കോൺഗ്രസിൻ്റെ ആ സീറ്റുകളുടെ ഒരു ഘടന തന്നെ, ആ ഒരു ഐക്യം, ഒരു ഇക്വേഷൻ തന്നെ മാറിയ പശ്ചാത്തലമാണ്. അരുവിക്കരയിലും നേമത്തും പാറശാലയിലും നെയ്യാറ്റിൻകരയിലും ഒക്കെ തർക്കം തുടരുന്ന പശ്ചാത്തലമുണ്ട്. ഇത് ഏതെങ്കിലും തലത്തിൽ ഗൗരവമായ സാഹചര്യത്തിലെ കോൺഗ്രസിലെ നയിക്കുമോ എന്ന ഒരു ഒരു സംശയം കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട്. തീർച്ചയായും രഞ്ജിത്ത്, കാരണം സംസ്ഥാനത്തുടനീളം നിലനിൽക്കുന്ന ഈ ഒരു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിലെ ഒരു അരക്ഷിതാവസ്ഥയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തും കാണാൻ കഴിയുന്നത്. 3 സീറ്റുകൾ മാത്രമാണ് ഇപ്പോൾ പ്രഖ്യാപനം നടന്നതെങ്കിൽ പോലും മറ്റുള്ള സീറ്റുകൾ, അതായത് പ്രധാനപ്പെട്ട പല സീറ്റുകളിലും പ്രഖ്യാപനം വന്നിട്ടില്ല. അതുതന്നെ കോൺഗ്രസ് നേതാക്കൾക്കിടയിലും ഒപ്പം അണികൾക്കിടയിലും, കാരണം 2 ദിവസം കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു ഇലക്ഷൻ പ്രഖ്യാപനം കഴിഞ്ഞിട്ട്. CPM-ന്റെ അടക്കം ഈ ഒരു പ്രചരണത്തിലേക്ക് അടക്കം കടന്നിരിക്കുന്നു. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പല മണ്ഡലങ്ങളും സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരത്ത് ഈ ഒരു പ്രചാരണത്തിലേക്ക് അടക്കം കടക്കാൻ പറ്റാത്ത രീതിയിൽ അണികൾ ഈ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലെ അടക്കമുള്ള പാളിച്ചകൾ വലിയ രീതിയിൽ ഇതിനെ ബാധിക്കുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പിലടക്കം ബാധിക്കുമെന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു വട്ടിയൂർക്കാവിൽ മാത്രമാണ് ഇപ്പോൾ കൃത്യമായി മുന്നോട്ട് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ മറ്റ് മണ്ഡലങ്ങളിലടക്കമുള്ള കൃത്യമായ കാര്യങ്ങൾ ഏത് രീതിയിലാണ് ഇനിയിപ്പോൾ കോൺഗ്രസിന്റെ പ്രഖ്യാപനം വരിക, അതിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സുധാകരനടക്കം വലിയ വെല്ലുവിളി നിലനിർത്തുന്നതുകൊണ്ട് തന്നെ അത് തിരുവനന്തപുരത്തെയും പ്രഖ്യാപനങ്ങളെ ബാധിക്കുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. എന്തുതന്നെയായാലും ഇന്നത്തോടുകൂടി ഇതിലൊരു ധാരണയിലേക്ക് എത്താൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾ, അതായത് ഇപ്പോൾ രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെയുള്ള പിടിവലി, സീറ്റുകൾക്കായുള്ള പിടിവലിയും ഒപ്പം ഈ ഒരു ബലിയാടാകാൻ കഴിയാത്ത രീതിയിലുള്ള നേതാക്കന്മാരുടെ ഒരു പിടിവാശിയുമാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ ഒരു ചിത്രം തെളിയാൻ വൈകുന്നത്. മാത്രമല്ല, നിലവിലെ സാഹചര്യത്തിൽ അതായത് ഒരു 8 സീറ്റുകളായിരിക്കണം കോൺഗ്രസ് ലക്ഷ്യം വെക്കുക. കാരണം ഇതിനു മുൻപ് 8 സീറ്റുകൾ സ്ട്രൈക്ക് റേറ്റ് പാലിച്ചുകൊണ്ടായിരുന്നു വിജയത്തിലേക്ക് അടക്കം എത്താനുള്ള ഒരു ഫോർമുല അവർ തയ്യാറാക്കിയിരുന്നത്. അതിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എങ്കിൽ അത് മൊത്തമായിട്ടുള്ള ഒരു വിജയത്തിലേക്ക് അടക്കം എത്താൻ കഴിയാത്ത രീതിയിലേക്ക് എത്തും. നിലവിൽ തന്നെ ഇത്രയും വൈകിയുള്ള സ്ഥാനാർത്ഥി പട്ടിക, സ്ഥാനാർത്ഥി നിർണയം അടക്കം വലിയ രീതിയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ജനങ്ങൾക്കിടയിലും അതായത് പ്രചരണത്തിനിറങ്ങുമ്പോൾ അടക്കം അത് പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വൈകാതെ തന്നെ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് എത്താനായിരിക്കും ഇനി കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുക. മറ്റൊന്ന് സാരംഗ്, ഈ പ്രശ്നം എന്ന് പറയുന്നത് VS ശിവകുമാറിന്റെ ഒരു എതിർപ്പാണ്. അദ്ദേഹത്തിന് അരുവിക്കര വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ ശബരിനാഥിന് എവിടെ സീറ്റ് കൊടുക്കുമെന്നുള്ളൊരു പ്രശ്നമുണ്ട്. തരൂരിന്റെ നോമിനികളെ പരിഗണിക്കണം. നേമത്ത് ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി നിർത്തണം. അല്ലെങ്കിൽ കഴിഞ്ഞ തവണയൊക്കെ മുരളീധരൻ മത്സരിച്ചതുകൊണ്ടാണ് BJPക്ക് നിയമം നഷ്ടപ്പെട്ടത് എന്നൊരു വ്യാഖ്യാനമൊക്കെ ഉണ്ടായിരുന്നുവല്ലോ. അവിടെ അത്രത്തോളം അല്ലെങ്കിൽ പോലും ഒരു ശക്തനായ ഒരു സ്ഥാനാർത്ഥി നിർത്തേണ്ട സാഹചര്യമുണ്ട്. അങ്ങനെ അത്തരം കാര്യങ്ങളിലൊക്കെ തീരുമാനം വരണം. നേതാക്കളുടെ അസംതൃപ്തി പരിഹരിക്കണം. അല്ലെങ്കിൽ പല നേതാക്കളും പാർട്ടി വിട്ട് മറ്റ് പാർട്ടികളിലേക്ക് ചേക്കേറാൻ പോലും മടിക്കില്ല എന്ന പ്രചരണവും നടക്കുന്നുണ്ട്. തീർച്ചയായും, കാരണം ഇതൊരു നേതൃത്വത്തിന്റെ ഒരു പാളിച്ചയായിട്ട് തന്നെയാണ് ഇപ്പോൾ നേതാക്കളും അടക്കം, അതായത് അണികളടക്കം മനസ്സിലാക്കുന്നത്. കാരണം ഇത്രയും വൈകിട്ടും ഈ ഒരു ഇലക്ഷൻ പ്രഖ്യാപിച്ച് ഇത്രയും വൈകിട്ടും ഇതിലൊരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞില്ല. ഇലക്ഷൻ പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ടീം UDF ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഒറ്റക്കെട്ടായി തീരുമാനമെടുക്കുമെന്ന അടക്കമായിരുന്നു VD സതീശനടക്കം പ്രതികരിച്ചത്. പക്ഷേ ആ ഒരു ഒറ്റക്കെട്ടായ തീരുമാനം ഇനിയും എടുക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, നേതാക്കന്മാരെ അനുനയിപ്പിക്കുക. കാരണം ഇത്തരത്തിലുള്ള, അതായത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ വിശദമായ രീതിയിലുള്ള പ്രഖ്യാപനം വന്നാൽ മാത്രമേ അതിനനുസരിച്ച് BJPയുടെ അടക്കം പ്രഖ്യാപനം ഉണ്ടാകൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ തുറന്ന ഒരു യുദ്ധത്തിലേക്ക് ഈ ഒരു ഇലക്ഷന്റെ ഒരു പിക്ചർ തെളിയണമെങ്കിൽ അത് കോൺഗ്രസിന്റെ കൂടി വ്യക്തമായ രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനവും അതിൽ അടിയുറച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോക്കും കൂടി വളരെ അത്യാവശ്യമാണ്. കാരണം ഇതിൽ നേരിട്ട് മത്സരിക്കാൻ താല്പര്യമുള്ളവരും ഒപ്പം തങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ള നേതാക്കന്മാർ അല്ലെങ്കിൽ കാൻഡിഡേറ്റ് മത്സരിപ്പിക്കാൻ വേണ്ടിയും പിടിവലികൾ അന്തർധാരയിൽ സജീവമായി നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് കൃത്യമായ രീതിയിൽ നേതൃത്വത്തിന് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇനിയും ഈ ഒരു കാൻഡിഡേറ്റ് പ്രഖ്യാപനം അത് നീളാനും സാധ്യതയുണ്ട്. കാരണം ശക്തരായ നേതാക്കന്മാരാണ് ഇവിടെ തിരുവനന്തപുരത്തുള്ളത്. പ്രമുഖർ മുന്നിട്ടിറങ്ങിയില്ലെങ്കിൽ പോലും അവർ നിർദ്ദേശിക്കുന്ന പേരുകൾ വന്നില്ല എങ്കിൽ അത്
ഈ ഒരു ഇലക്ഷനെയും ഒപ്പം തന്നെ പ്രചരണത്തെയും വരും ദിവസങ്ങളിലെ മറ്റ് പല പ്രവർത്തികളെയും അടക്കം ബാധിക്കാൻ സാധ്യതയുണ്ട്. ഒരു അനുനയത്തിന്റെ രീതിയായിരിക്കും ഇനി മുന്നോട്ട് കാര്യങ്ങൾ പോവുക എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ജനങ്ങൾക്ക് മുൻപിൽ കോൺഗ്രസിന്റെ ഒരു ചിത്രം വളരെ ദയനീയമാണ്. കാരണം ഇത്രയും വൈകിയിട്ടും പ്രഖ്യാപനത്തിലേക്ക് കടക്കാൻ കഴിയുന്നില്ല. കോൺഗ്രസിനുള്ളിലെ ഒരു സീറ്റ് തർക്കമടക്കം വലിയ രീതിയിൽ ജനമധ്യത്തിൽ ചർച്ചയായിട്ടുണ്ട്. അത് ഇനി CPM അടക്കം ഏറ്റെടുക്കാൻ പോകുന്നു. കാരണം പ്രചരണത്തിൽ അത് കൃത്യമായി അവർ ഉപയോഗിക്കുകയും ചെയ്യുമെന്ന കാര്യം തീർച്ചയാണ്. മാത്രമല്ല ഈ ഒരു കോൺഗ്രസിനെതിരെയുള്ള BJPയും ഇത് കൃത്യമായി ഉപയോഗിക്കും. തിരുവനന്തപുരം പോലെയുള്ള നിർണായകമായ ഒരു ജില്ലയിൽ അവിടെയുള്ള നിർണായകമായ മണ്ഡലങ്ങളിൽ കൃത്യമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൽ കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള ഒരു ബുദ്ധിമുട്ട് അത് നേതൃത്വത്തെ വലിയ രീതിയിൽ കുഴക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും ഇപ്പോൾ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ശശി തരൂരിന്റെ അടക്കം നിർദ്ദേശങ്ങൾ എത്രത്തോളം പാലിക്കപ്പെടും, അല്ലെങ്കിൽ അതിൽ എങ്ങനെ പാർട്ടി ഒരു സമവായത്തിലേക്ക് എത്താൻ കഴിയുമെന്ന അടക്കമുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്ത് തന്നെയാലും ഒരു വിജയ ഫോർമുലയിലേക്ക് എത്താൻ കഴിയുമോ എന്ന കാര്യം സംശയമാണെങ്കിൽ പോലും എത്രയും പെട്ടെന്ന് പരമാവധി നേതാക്കന്മാരെ അനുനയിപ്പിച്ചുകൊണ്ട് ഈ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കാനായിരിക്കും ഇനി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും നീക്കമുണ്ടാവുക. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. തിരുവനന്തപുരം പാർട്ടിക്ക് ഏറെ സ്വാധീനമുള്ള, സംഘടനാ സംവിധാനമുള്ള, പാർട്ടി ഏറെ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന നിരവധി മണ്ഡലങ്ങളിലുള്ള തിരുവനന്തപുരത്ത് തർക്കങ്ങൾ തുടരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചില സീറ്റുകളിൽ മാത്രമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.